വിഷ്ണു, ഈ കപ്പൽ ഇങ്ങനെ കത്തി അമർന്ന് കടലിൽ താണേക്കും എന്നാണ് തോന്നുന്നത്. കാരണം അത്രയും വലിയ തീ അവിടെ കാണാം. എന്ന് മാത്രമല്ല എക്സ്പ്ലോസീവ് സബ്ജക്റ്റുകളാണ് ഈ കപ്പലിൽ കൂടുതലായി ഉള്ളതും എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ എന്താണ് കോസ്റ്റ് ഗാർഡ് അതുപോലെ തന്നെ നാവികസേന തുടങ്ങിയവർ പറയുന്നത്? അഭിലാഷ്, ഇന്ന് വൈകിട്ടോടെ ഈ ഡോണിയർ വിമാനത്തിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കപ്പലിന് ചുറ്റുമായി വലിയ രീതിയിലുള്ള തീയും പുകയും നമുക്ക് കാണാം. കറുത്ത പുക ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കൃത്യമായി പറഞ്ഞാൽ ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ ഒരു തീപിടുത്തം ആദ്യമായിട്ട് ഈ കപ്പലിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. പിന്നീട് ഉച്ചയോടെ ഈ വിവരങ്ങൾ പുറത്തു വരുന്നു. വൈകിട്ടോടെയാണ് സൂറത്ത് എന്ന INS-ന്റെ കപ്പൽ ഈ തീ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തുന്നതും. അപ്പോൾ ആ സമയത്ത് പകർത്തിയ ദൃശ്യങ്ങളാണ്. ഇപ്പോഴും തീ അണയ്ക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫയർ ഫൈറ്റിംഗ് പ്രക്രിയയിലോട്ട് കടക്കാൻ ഈ രക്ഷാ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന കപ്പലുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ നേവിയുമായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്നത്. 5 കോസ്റ്റ് ഗാർഡ് കപ്പലും അതുപോലെ തന്നെ ഒരു നേവിയുടെ INS സൂറത്ത് എന്ന ഒരു കപ്പലുമാണ് ഈ ഫയർ ഫൈറ്റിങ്ങിനായി ഈ ആഴക്കടലിലോട്ട്, അറബിക്കടലിന്റെ ഉള്ളിലോട്ട് ഈ തീപിടുത്തമുണ്ടായ ഭാഗത്തോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഈ കണ്ടെയ്നറിൽ നിന്നും ഉയരുന്ന തീയും പുകയും കാരണം, അത് മാത്രമല്ല ഈ കണ്ടെയ്നർ കപ്പലിൽ നിന്ന് പതിച്ച കണ്ടെയ്നറുകൾ ആ കപ്പലിന് ചുറ്റുമായി ഒഴുകി നടക്കുന്നതും ഈ ഒരു രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ഈ കപ്പലുകൾക്ക്, ഈ രക്ഷാദൗത്യത്തിനായി പുറപ്പെട്ട കപ്പലുകൾക്ക് ഈ കപ്പലിന്റെ വണ്ണം കത്തി അമരുകയാണ് കപ്പൽ എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്.